ഹോട്ടലിലൊക്കെ കിട്ടുന്ന അതുപോലുള്ള വത്തൽ ഫ്രൈൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് 250 ഗ്രാമോളം വത്തൽ വാങ്ങിയിട്ട് നമ്മളിതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം തലയൊക്കെ അടക്കം എടുത്തിട്ടുണ്ട്. അപ്പം ഇത് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, 1/2 ടീസ്പൂണോളം ഗരം മസാല എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർക്കേണ്ടത്. അതിനായിട്ട് 6 വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം അതുപോലെയുള്ള ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂണോളം കിട്ടിയിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷമാണ് നമ്മളിതിലേക്കൊരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു 1/2 ടേബിൾ സ്പൂണോളം, അപ്പോൾ ടോട്ടൽ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, 2 സമയത്തായിട്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുകയാണ്. ഇതുപോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ നാടൻ മത്തി ഫ്രൈ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കയറി കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച് വത്തൽ മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മസാല കൂട്ടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ അത് നല്ല പോലെ നമ്മൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ആണ് കേട്ടോ. കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കൊന്ന് ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം റവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഒന്നും കൂടെ മിക്സാക്കി എടുക്കുകയാണ്. ഈ പൊടികളൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്കിതിൽ ഉപ്പ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ടൈമിൽ ഉപ്പ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ആ സമയത്ത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനൊരു 1/4 ടീസ്പൂണോളം അതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-20 മിനിറ്റോളം നമുക്ക് ടൈം ഉള്ളതിനനുസരിച്ച് ഇതൊന്ന് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിത് എടുത്ത് നോക്കുമ്പോൾ ഇതുപോലെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു പാന് ഗ്യാസിൽ വെച്ചിട്ട് അതിലേക്കൊരു 5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ അതുപോലെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അത് നല്ല പോലെ ചൂടായി വന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ഒരു തണ്ട് കറിവേപ്പിലോളം ചേർത്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മസാല പിടിപ്പിച്ച് വെച്ച വത്തൽ മീൻ ഇതുപോലെ കുറേശ്ശായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം എല്ലാം കൂടെ കൂട്ടിയിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. കാര്യം നമുക്ക് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം നല്ല കുറച്ച് വെച്ചിട്ട് വേണം അത് വേവിച്ചെടുക്കാനായിട്ട്. ഒരു 3-4 മിനിറ്റോട്ടൊക്കെയാണ് നമ്മളൊരു സൈഡ് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം നമ്മളെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഈ സൈഡും ഇതുപോലെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിരുന്നു കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനോ അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താനും മറന്നു പോകരുത്. ഇനി നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്. ചോറിൽക്കും അതുപോലെ തന്നെ വെറുതെ കഴിക്കാനായിട്ടും ഇത് ടേസ്റ്റാണ്. ഇതിൻ്റെ മുള്ളൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.